നമ്മളിന്നിവിടെ മുട്ട ചമ്മന്തി ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മടിയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. റൈസിൻ്റെ ഒരു റെസിപ്പി തന്നെയാണെന്നത് പറയാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുഴുവൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി വറുത്തെടുക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിത് അടുപ്പിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ചുട്ടെടുക്കാനുള്ള അടപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ചുട്ടതുപോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചമ്മന്തി തയ്യാറാക്കാനുള്ളതാണ് കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പുളി, വാളൻപുളിയാണ്, ചെറിയൊരു കഷ്ണം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന ആ മുളകും ഉള്ളിയും ഉണ്ടല്ലോ, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയ്ക്കാന്ന് പറഞ്ഞാൽ ചമ്മന്തിയുടെ അരവറിയാലോ എല്ലാവർക്കും. ആ ഒരു രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരണം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ വേപ്പില, പച്ചമുളക്, ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 മുതൽ 3/4 ടീസ്പൂണോളം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലകളിലൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. തക്കാളി ഒന്ന് വാടി വരണം. തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. അതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരൽപ്പം ഉപ്പും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഈ മസാലയൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഈ മുട്ടയെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം മാത്രം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരല്പം ഉപ്പ് നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് വിട്ടുപോയതാണ് ചേർക്കാൻ. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മുട്ടയുമായിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ട മസാല തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചമ്മന്തി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനെയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പൊന്നി റൈസോ അതുപോലെ നമ്മുടെ മട്ട റൈസോ, ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. അതല്ല ജീരകശാല റൈസോ ബിരിയാണി റൈസോ ഏത് വേണമെങ്കിലും ഇതിന് ചേർത്ത് കൊടുക്കാം. ഏതും വെച്ച് ചെയ്താലും ഇത് സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ കുഴിമടിച്ചികൾക്കൊക്കെ പറ്റുന്ന, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് എന്ന് തന്നെ ഇത് പറയാം. കാരണം ഒരുപാട് പണിയൊന്നും എടുക്കണ്ട, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി കലർന്ന നല്ല ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഈ റൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നമ്മുടെ മുട്ട ചമ്മന്തിച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.